അപ്പൊ ഉറപ്പായിട്ടും മല്ലിയമ്മയും കുഞ്ഞിയും ശിവഭഗവാന് തൊഴുവല്ലേ? കാലങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അച്ഛനറിയില്ല. വ്യത്യാസങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ വേലിക്കെട്ടുകൾ തീർത്തോ എന്നറിയില്ല. എന്തായാലും അവര് പോയി വരട്ടെ. പരമശിവനെ കണ്ണിറയെ കാണാൻ കഴിയട്ടെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. യാത്ര ചന്ദ്രകാന്ത മലയിലേക്കാണെന്ന് കേട്ടപ്പോൾ കൂടെ പോരണമെന്ന് മീനാക്ഷിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതിനെന്താ, ഇനിയും ആവാലോ. പതിവുള്ള കാവൽക്കാരെ ഒഴിവാക്കിയതാണ് നാം മനഃപൂർവ്വം. അനുജൻ തമ്പുരാനെ സംരക്ഷിക്കാനുള്ള ശേഷി ഈ ഏട്ടൻ തമ്പുരാൻ ഇല്ലെന്നാണോ? നാം അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് പലപ്പോഴും വിലക്കാണ്. ദേ നോക്കൂ, പ്രജകൾ എത്രയോ ഉല്ലസിക്കുന്നു. അനുജൻ തമ്പുരാന് അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ പ്രജകളുടെ സംരക്ഷണമല്ലേ നമ്മുടെ സന്തോഷം. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ സന്തോഷത്തിന് കാവൽ നിൽക്കുന്നതും നമുക്ക് പരമാനന്ദമല്ലേ? അതെ, അതിന് നാം തർക്കത്തിനില്ല. പക്ഷെ ഇടയിൽ വല്ലപ്പോഴും ഇങ്ങനെ ഒരു യാത്രയൊക്കെ നല്ലതാണ്. നാമും ഇത് വല്ലാതെ ആഗ്രഹിച്ചു. കൊട്ടാരത്തിന്റെ തിക്കും തിരക്കും ഇല്ലാതെ, ചുറ്റും പ്രജകളില്ലാതെ അനുജൻ തമ്പുരാനുമായി ഒരിത്തിരി ദൂരം നടക്കാൻ. ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു മനസ്സുണ്ടെന്ന് നമുക്ക് പുതിയ അറിവാണ്. അനുജൻ തമ്പുരാന്റെ കണ്ണിൽ നാം ചെയ്യുന്നതൊക്കെ തെറ്റാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ദേശമംഗലത്തിന്റെ അധികാര പദവിയിൽ അനുജൻ തമ്പുരാൻ ഇരിക്കുന്നത് അഭിമാനത്തോടെ ആയിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നാം നിർബന്ധം പിടിക്കും, ചില കാര്യങ്ങളിൽ വാശിക്കാരനാകും. പക്ഷേ ആ വാശിയൊന്നും അനുജൻ തമ്പുരാനോട് എനിക്കില്ല. സന്തോഷം. പക്ഷേ അങ്ങേക്ക് അരുതായ്മ തോന്നില്ലെങ്കിൽ നാം ഒരു കാര്യം പറയാം. പറയൂ. ആളുകൾ രഹസ്യമായി അങ്ങയെ പരിഹസിക്കുന്നതോ അങ്ങയുടെ ചെയ്തികളെക്കുറിച്ച് മോശമായി പറയുന്നതോ നമുക്കിഷ്ടപ്പെടില്ല. ഏട്ടൻ തമ്പുരാൻ കുറച്ചുകൂടി നീതിമാനായി പെരുമാറണമെന്നാണ് നമ്മുടെ അഭിപ്രായം. മുതിർന്നവൻ നാമാണ്. പക്ഷേ കാര്യപ്രാപ്തിയിൽ എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ് ദേശമംഗലം തമ്പുരാനായ അനുജൻ തമ്പുരാൻ. ഉപദേശം നാം സ്വീകരിച്ചിരിക്കുന്നു. അയ്യോ, ഉപദേശമല്ല, അപേക്ഷയാണ്. ഏതർത്ഥത്തിലായാലും കുഴപ്പമില്ല. നമ്മളുടെ ഇന്നത്തെ യാത്ര ഒരുപാട് കാര്യങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് കൂട്ടിക്കോളൂ. നമുക്ക് മനസ്സിലായില്ല. ഇത്രയും മനസ്സ് തുറന്ന് അനുജൻ തമ്പുരാനും ഞാനും സംസാരിച്ചിട്ടില്ലല്ലോ. നമുക്കിനിയും സംസാരിക്കാം. ചന്ദ്രകാന്ത മല എത്തുന്നതുവരെ സംസാരിക്കാം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ചന്ദ്രകാന്ത മലയിൽ നിന്ന് മടങ്ങുന്നത് ദേശമംഗലത്തെ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. എത്ര കാര്യമായിട്ടാണ് അങ്ങ് നമ്മെ മനസ്സിലാക്കുന്നത്. ഇതിന് നാം എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അനുജൻ തമ്പുരാൻ എന്റെ ഒപ്പം വരുന്ന യാത്രയുണ്ടല്ലോ, അതിന്റെ തന്നെ വലിയ സന്തോഷത്തിലാണ് നാം. നമുക്ക് എത്രമാത്രം ആനന്ദമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നടക്കൂ. പുലർകാല ദൃശ്യം തന്നെ ചന്ദ്രകാന്ത മലയിൽ നിന്ന് നമുക്ക് കാണണം. എനിക്ക് എന്തൊരു സന്തോഷം വന്നാ. നമ്മൾ അമ്പലത്തിൽ കയറാൻ പോവല്ലേ? നമ്മൾ ശിവഭഗവാനെ അടുത്ത് ചെന്ന് കാണാൻ പോവല്ലേ? ശരി ശരി. പക്ഷെ ഒരു കാര്യം അമ്മ പറയാം. പ്രിയമത ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ചിത്രഭാനു തമ്പുരാനെ പോലെ ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ കരയോ? പുറപ്പെട്ടോ? ഒരാൾ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. വെളുപ്പിനെ എന്നെ വിളിച്ചുണർത്തിയത് കുഞ്ഞിപ്പെണ്ണാ. എന്റെ മനസ്സ് മുഴുവൻ ശിവഭഗവാനാ ചേച്ചി. ഏതൊക്കെ രൂപത്തിലാ ഞാൻ കണ്ടതെന്നറിയോ? നന്നായി. ഞാൻ അച്ഛനോട് ചോദിച്ചു. ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണെന്നാ പറഞ്ഞത്. കടത്ത് കഴിഞ്ഞ് കുറച്ച് നടക്കണം. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇതാണ് ഭഗവാന് നിവേദ്യമായിട്ട് വയ്ക്കേണ്ടത്.
പിന്നെ കുഞ്ഞിക്ക് ഭഗവാന് മാല ചേർത്തണ്ടേ? അയ്യോ, ഞാൻ മാല കെട്ടാൻ മറന്നു. അതിനെന്താ, ഞാൻ ഓർത്തല്ലോ. ദേ വാങ്ങിക്കോളൂ. വേദക്കുട്ടിയെ പോലെ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒരാളുകൂടെയായി. നല്ലവർക്ക് എന്നും നല്ലത് സംഭവിക്കും. ഇന്ന് ഞാൻ, അല്ലെങ്കിൽ മറ്റൊരാള് വഴി. ഞങ്ങള് പോയി വരുമ്പോ ചേച്ചിക്ക് പ്രസാദം കൊണ്ടുവരാം കേട്ടോ. ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ പോട്ടെ. വേഗം നടന്നോളൂ. അവിടെ ചെല്ലുമ്പോൾ നടയടച്ചു പോകണ്ട. രാവിലെ നട അടച്ചാൽ വൈകുന്നേരം തുറക്കുമല്ലോ. ഞങ്ങള് കാത്തിരിക്കാം, അല്ലേ അമ്മേ? കേട്ടോ, എങ്ങനെ ഞാൻ ഇവളെ വിശ്വസിച്ചു കൊണ്ടുപോവാ? കുഞ്ഞിപ്പെണ്ണെ, അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ബുദ്ധിമുട്ടിച്ച ചേച്ചി പിണങ്ങും. ഇല്ല, ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എന്നാ ശരി. വാ, ഇങ്ങ തന്നേക്ക്. ദേവി, അവരുടെ യാത്ര സഫലമാക്കണേ. ആരെയും പേടിയില്ലാതെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കുഞ്ഞിപ്പനിന് സാധിക്കണേ. എവിടെ? മധുരാപുരിയുടെ കൊടിക്കൂറ ദൃശ്യമാകുമെന്ന് പറഞ്ഞിട്ടൊന്നും കാണുന്നില്ലല്ലോ. ക്ഷമിക്കൂ തമ്പുരാൻ, ദൃശ്യങ്ങൾ തെളിഞ്ഞു തുടങ്ങും. അനുജൻ അങ്ങോട്ട് തന്നെ നോക്കി നിന്നോളൂ. യാത്ര കേമമായി. കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. മത്സരിച്ചോടിയിരുന്നതും മലമുകളിൽ കയറിയിരുന്നതും അവിടുന്ന് ദൃശ്യങ്ങൾ കാണുന്നതുമൊക്കെ. നാം പറഞ്ഞില്ലേ, എല്ലാ ഓർമ്മകളും തിരിച്ചു വരുമെന്ന്. അതിനൊടുവിൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകുമെന്ന്. കുട്ടിക്കാലത്തെ കൗതുകം കളയണ്ട. ശരി, സൂക്ഷിച്ചു നോക്കിക്കോ. തമ്പുരാൻ, ജ്യേഷ്ഠാനുജന്മാർ ഒരുമിച്ച് ചന്ദ്രകാന്ത മലയിൽ എത്താൻ കാരണം എന്താ? അതും ഈ സമയത്ത്? എല്ലാം അറിയണമെന്ന് നിർബന്ധാണോ? ദേശമംഗലം തമ്പുരാൻ രഹസ്യമായി പോകുന്ന ഇടം പിന്തുടരുന്നത് രാജ്യദ്രോഹമാണെന്നറിയില്ലേ? ചന്ദ്രകാന്തമല രഹസ്യ സങ്കേതമല്ലല്ലോ ചിത്രഭാനു തമ്പുരാൻ. ചിലർക്ക് ഇവിടം രഹസ്യമായിരിക്കാം, അല്ലേ? ഈ മലയുടെ ഉച്ചിയിൽ നിന്നാൽ മധുരാപുരിയുടെ കൊടിക്കൂറ കാണാമെന്ന് ഏട്ടൻ തമ്പുരാൻ പറഞ്ഞു. എങ്കിൽ അതൊന്ന് കണ്ടുകളയാമെന്ന് നാമും തീരുമാനിച്ചു. ഞാൻ ഈ മലയിൽ നിരന്തരം വരുന്നതാണ്. പ്രഭാതത്തിലും സായന്തനത്തിലും. മധുരാപുരിയുടെ കൊടിക്കൂറ ഞാൻ ഇന്നിവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്നത് മാത്രമാണ് സത്യം. നാം കണ്ടിട്ടുണ്ട്. മറ്റാരും കാണാത്ത കാഴ്ചകൾ ചിത്രഭാനു തമ്പുരാൻ ഒരുപാട് കാണാറുണ്ട്. തമ്പുരാൻ, കാട്ടുകടന്നലുകൾ ഏറെയുണ്ട് ഇവിടെ. അവർ കൂട്ടമായി എത്തും. ഇവിടെ നിന്നും ഇപ്പോൾ ഇറങ്ങുന്നതാണ് ഉത്തമം. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഒരു ദേശത്തിന്റെ തമ്പുരാനോട് കാട്ടുകടന്നലുകളാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നോ? കാട്ടുകടന്നലുകൾക്ക് ദേശവും ദേശത്തിന്റെ തമ്പുരാനെയും തിരിച്ചറിയില്ലല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ജ്യേഷ്ഠ, ഇത്രയും നേരമായിട്ടും മധുരാപുരിയുടെ കൊടിക്കൂറ കാണാൻ കഴിഞ്ഞിട്ടില്ല. നിത്യേന ഇവിടെ വരുന്ന ഇവർക്ക് ചന്ദ്രകാന്ത മലയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുമുണ്ട്. എന്തിനൊരു പരീക്ഷണത്തിന് നിൽക്കണം? നമുക്കിറങ്ങാം. ചന്ദ്രകാന്ത മലയിലേക്കുള്ള യാത്രയിൽ ചിത്രഭാനു തമ്പുരാന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ? ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എന്തുദ്ദേശം? ചന്ദ്രകാന്ത മലയിൽ എന്താ? ജ്യേഷ്ഠൻ ദേഷ്യപ്പെടണ്ട. തൽക്കാലം നാം ഇവരുടെ വാക്കുകൾ അനുസരിക്കുന്നു. നാം ഇറങ്ങുകയാണ്. അമ്മ ഇറങ്ങുന്നില്ലേ? തമ്പുരാൻ ഇറങ്ങിക്കൊള്ളൂ, ഞാൻ പൊയ്ക്കൊള്ളാം. ശരി, നാം ഇറങ്ങുന്നു. ഇവിടെ നിന്നാൽ മധുരാപുരിയുടെ കൊടിക്കൂറ കാണാമല്ലേ? കാട്ടുകടന്നലുകളെ പേടിയില്ലാത്ത അങ്ങേക്ക് നാം കാണിച്ചു തരാം. വേണ്ട, നാം ഇറങ്ങുക.
എല്ലായിടത്തും തടസ്സമായിട്ട് വന്ന് നിന്നോളൂ. വേദക്കുട്ടി, ആ സുഖമാണോ വേദക്കുട്ടി? അതെന്താ ആരോടും പറയാതെ ഗുരുകുലത്തിൽ നിന്ന് പോയത്? ചേച്ചിയോടും പറഞ്ഞില്ല, ഗുരുവിനോടും പറഞ്ഞില്ല. അങ്ങനെ പോകുന്നത് ശരിയാണോ? വേദക്കുട്ടി ദേഷ്യത്തിലാണോ? എനിക്കെന്തോ കേട്ടപ്പോ ഇഷ്ടായില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. ഗുരുവും പ്രിയമ്പതിയും ഉറക്കമായതുകൊണ്ട് അവരെ വിളിച്ചതുമില്ല, പറഞ്ഞതുമില്ല. ഞാൻ അച്ഛൻ തിരുമേനയോടും പറഞ്ഞു. അപ്പോ അച്ഛൻ തിരുമേനയും പറഞ്ഞു ഏട്ടൻ കാണിച്ചത് ശരിയല്ലെന്ന്. ശരിയല്ല. അതിനാൽ അവരോട് മാപ്പ് ചോദിക്കാനാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് വേദക്കുട്ടിയോട് തന്നെ ആദ്യം മാപ്പ് ചോദിക്കുന്നു. അയ്യോ വേണ്ട വേണ്ട, ഞാൻ കുഞ്ഞല്ലേ. കുഞ്ഞിനോട് തെറ്റ് ചെയ്താൽ കുഞ്ഞിനോടും മാപ്പ് ചോദിക്കണം. എന്തായിരുന്നു ആ കാര്യം? എന്തു കാര്യം? ഏട്ടന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കാര്യം. ആ, എന്താ ആ കാര്യം? പറയാം. അച്ഛനമ്മമാരെ കുറിച്ച് വേദക്കുട്ടി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? എനിക്ക് അച്ഛനെയും അമ്മയെയും കുറിച്ച് ഗുരു ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അച്ഛനും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ അച്ഛനും അമ്മയും ഈശ്വരൻ തന്നെയല്ലേ, അതെന്തിനാ പ്രത്യേകം പഠിക്കുന്നത്? ശരിയാണ്, വേദക്കുട്ടി പറഞ്ഞത് തന്നെയാണ് കാര്യം. പക്ഷെ ഈശ്വരന്മാരിൽ ഒരാൾ എന്റെ മുൻപിലുണ്ട്. ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അമ്മ. അമ്മ സ്വർഗത്തിലാണ്. അമ്മയ്ക്ക് സുഖമാണെന്നൊക്കെ അച്ഛൻ തിരുമേനി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്നാലും എന്റെ അടുത്തില്ലല്ലോ. അതെന്താ ഈശ്വരൻ എനിക്ക് അമ്മയെന്ന് കാണിച്ചു തരാത്തത്? ഏട്ടനറിയോ അതിന്റെ കാരണം എന്താണെന്ന്? ആയുസ് അവസാനിക്കുന്നതിന് പലരും പല കാരണങ്ങളും പറയും. അത് നമ്മുടെ മുൻപിലുള്ള കാരണങ്ങളാ. പക്ഷേ ദൈവം എഴുതി വെച്ച നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അമ്മ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ അച്ഛനോട് ചോദിക്കും. അമ്മയുടെ കണ്ണും മൂക്കും മുടിയും എല്ലാം ഞാൻ ചോദിക്കും. എന്നിട്ട് കണ്ണടച്ച് കിടന്നിട്ട് അമ്മയെ കാണണമെന്ന് പറയും. അപ്പോ ദേശമംഗലത്ത് അമ്മയുടെ മുഖം തെളിഞ്ഞു വരും. കരയില്ലേ മോളെ? അമ്മയെ സങ്കല്പിക്കുമ്പോ ദേവിയാണ് കാണുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അമ്മ ദേവിയാണെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ദേശമംഗലത്തമ്മ വേദക്കുട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. വേദക്കുട്ടിയുടെ കൂടെ ഉണ്ടല്ലോ. കണ്ണു തുടച്ചേ. വേദക്കുട്ടിയെക്കുറിച്ച് ഗുരുനാഥൻ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയുള്ള കുട്ടിയാണ്, കഠിനമായ എന്തു കാര്യങ്ങളും ഗ്രഹിക്കുമെന്നൊക്കെ. ഇപ്പോ ഏട്ടന് ബോധ്യമായി. മിടുക്കി, മിടിമിടുക്കി. ജീവിതത്തിലെ സങ്കടങ്ങൾ നമ്മൾ എങ്ങനെയാണ് മറികടക്കുന്നത്? നമ്മുടെ പ്രവൃത്തികൾ. നമ്മൾ മറ്റുള്ളവർക്ക് എത്രയാണോ സന്തോഷം കൊടുക്കുന്നത്, അതനുസരിച്ച് നമ്മുടെ സന്തോഷം കൂടി കൂടി വരും. ഇനി മുതൽ ഏട്ടനും കൂടി ഉണ്ട് മോൾക്ക്. വരൂ. ഇനി ഒരുപാട് ദൂരമുണ്ടോ അമ്മേ? മോള് ക്ഷീണിച്ചോ? ഇല്ല, ക്ഷീണം തോന്നുന്നില്ല. അവിടെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ദൂരം ഒരുപാടാണ്, കുറെ നടക്കണം. അതൊന്നും കുഴപ്പമില്ല, അമ്മ പെട്ടെന്ന് നടന്നാ മതി. ദേ, മോളെ ഈ ധൃതി കാണുമ്പോ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. എന്ത് പേടി? ഇത്രയും ദൂരം ചെന്നിട്ട് ആ നടയിൽ ചെന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, അവിടെ തൊഴാൻ പറ്റിയില്ലെങ്കിൽ മോള് കരയില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മേ. പിന്നെന്തിനാ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത്? എന്റെ ഭഗവാനെ, അങ്ങേ തേടി മാത്രമാണ് എന്റെ മോള് വരുന്നത്. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ. അമ്മ പറയുന്നും വേണ്ട, അല്ലാതെ തന്നെ ഞാൻ എന്റെ ഭഗവാനെ കാണും. ഞാൻ സ്വപ്നം കണ്ടപ്പോൾ ആരും വിശ്വസിച്ചില്ലല്ലോ. പിന്നെയല്ലേ ഗുരുപുത്രി പറഞ്ഞത് എല്ലാവർക്കും കേറാവുന്ന അമ്പലം ഉണ്ടെന്ന്. ഞങ്ങൾ കുഞ്ഞുങ്ങളോട് ദൈവം കള്ളം പറയില്ല. എന്നെ വിളിച്ചത് ഭഗവാനാ. ഞാൻ ഇന്ന് ഭഗവാനെ കണ്ടിരിക്കും. അമ്മ വാ അമ്മേ. ചേച്ചി, ഏട്ടനെ വഴിയിൽ വെച്ച് കണ്ടു. എല്ലാരോടും ക്ഷമ പറയാൻ വന്നതാത്രേ. എന്തിനാ ക്ഷമ പറയുന്നത്? പറയാതെ പോയതിന്. പറയാതെ പോയതിന്റെ പേരിൽ ഇവിടെ ആർക്കും ഖേദമൊന്നുമില്ല.
പിന്നെ അച്ഛൻ പറഞ്ഞു എന്റെ വാക്കുകൾ കാരണമാണ് ആരോടും ഒന്നും പറയാതെ പോയതെന്ന്. വേദക്കുട്ടി നൃത്തമണ്ഡപത്തിലേക്ക് പോയിക്കോളൂ. ശരി. കുഞ്ഞിനെ ഒഴിവാക്കിയത് എന്നോട് ദേഷ്യപ്പെടാനോ മറ്റോ ആണോ? അല്ല, പക്ഷെ ഒരു കാര്യം സത്യമാണ്, പോയതിന്റെ കാരണം പ്രിയമത തന്നെയാണ്. പ്രിയമതയുടെ വാക്കുകൾ തന്നെയാണ്. ഓ, നിങ്ങളെപ്പോലുള്ളവരെ ചെറിയ വാക്കുകൾ കൊണ്ടുപോലും നോവിക്കാൻ പാടില്ലല്ലോ. എനിക്കത് അറിയാതെ പോയി. അങ്ങനെയല്ല പ്രിയമത. പ്രിയമതയുടെ വാക്കുകൾക്ക് നല്ല മൂർച്ചയുണ്ടായിരുന്നു. എന്റെ മനസ്സിനെ അത് വല്ലാതെ മുറിക്കുകയും ചെയ്തു. എത്ര ഗുരുക്കന്മാരെ കണ്ടു എന്നറിയില്ല, എത്ര ദൂരം സഞ്ചരിച്ചു എന്നും അറിയില്ല. ആരും എന്നോട് തിരികെ പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോടെല്ലാവരും മുന്നോട്ട് അതാണ് എന്നോട് ആവശ്യപ്പെട്ടത്. പക്ഷേ തിരിഞ്ഞു നടക്കാൻ ആവശ്യപ്പെട്ടത് പ്രിയമതയാണ്. അച്ഛനമ്മമാരുടെ അവസ്ഥയെക്കുറിച്ച് പ്രിയമതയോട് കാര്യമായിട്ട് സംസാരിച്ചില്ലേ? എന്റേത് ഒളിച്ചോട്ടമായിരുന്നില്ല. ആ രാത്രി മുഴുവൻ ഞാൻ അവരെക്കുറിച്ച് ആലോചിച്ചു. നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോൾ അവരുടെ മുന്നിലുണ്ടാകണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇറങ്ങിയത്. ഒരുപാട് നാളുകൾക്ക് ശേഷം അച്ഛൻ്റെ അടുത്തു ചെന്നു. അച്ഛനെ പരിചരിച്ചു. അമ്മയോട് ഒരുപാട് നേരം സംസാരിച്ചു. അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മകനെ തിരിച്ചു കിട്ടിയെന്ന്. അപ്പോഴാണ് പ്രിയമത പറഞ്ഞതിന്റെ പൂർണ്ണമായ അർത്ഥം എനിക്ക് മനസ്സിലായത്. എവിടെയോ എന്നെ നഷ്ടപ്പെട്ടതുപോലെ ഒരു മിഥ്യയിലൂടെ ഒരു യാത്രയിലായിരുന്നു ഞാൻ. ഗുരു എവിടെ? അച്ഛൻ കൊട്ടാരം വരെ പോയിരിക്കുകയാണ്. ഓ, ഞാൻ പോയതറിഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തി. അത് അദ്ദേഹത്തിന് എന്നോടുള്ള പ്രിയം കൊണ്ടാണ്. വാസ്തവത്തിൽ പ്രിയമതയോട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അടുത്തു ചെന്നിരുന്ന് പരിചരിച്ചപ്പോ അച്ഛൻ ചിരിച്ചൊരു ചിരിയുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചിരിയെന്ന് എനിക്ക് തോന്നി. അമ്മയുടെ മടിയിൽ തലവെച്ച് കുറേ നേരം കിടന്നു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായി. ഒന്നു മനസ്സിലായി, അറിവെന്ന് പറഞ്ഞ് തേടി നടന്നതൊക്കെ ഒന്നുമില്ലായ്മയാണ്. ഇങ്ങനെയാണ് പുതിയ അറിവുകൾ ഉണ്ടാകുന്നത്. ജീവിക്കാൻ തീരുമാനിച്ച ആളിനോട് ഇതിനെക്കുറിച്ച് ബഹുമാനത്തോടെയല്ലേ സംസാരിക്കാൻ പറ്റൂ? എന്റെ പെരുമാറ്റം കുറച്ച് ക്രൂരമായിരുന്നു, ക്ഷമിക്കുക. ഇത്രയും നാൾ പ്രിയമത ഗുരുപുത്രിയായിരുന്നു, ഇപ്പോൾ ഗുരുവായി. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പാഠം പഠിപ്പിച്ചു ഗുരു. ഇനി പറയൂ, കഴിക്കാൻ എന്തൊക്കെയാണ് പ്രിയം? അത് അതിഥികളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇവിടെ എന്തൊക്കെയാണോ വിളമ്പുന്നത് അതല്ലേ അതിഥികളും ശീലിക്കേണ്ടത്. പറഞ്ഞ വാക്കുകളൊന്നും മറന്നിട്ടില്ല. പക്ഷെ ഇപ്പോ ചോദിച്ചത് കാര്യമായിട്ടാണ്. എന്തു ആകാം, മനസ്സമാധാനം തിരിച്ചു കിട്ടിയപ്പോ സ്വാദ് കൂടുതലാണ്. അച്ഛനും അമ്മയും എനിക്കും കാണണമെന്നുണ്ട്. അതിനെന്താ, ഞാനൊരിക്കൽ കൂട്ടിക്കൊണ്ടു പോകാം. ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ വരാം, കുറച്ചു നേരം വിശ്രമിക്കൂ. തിരിച്ചു വന്നത് കാര്യമായി. പ്രിയമത ഇത്രയും മധുരമായി സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റിയല്ലോ. തമ്പുരാൻ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ഭദ്ര, നിന്നെ കൊണ്ട് മാത്രം ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കർത്തവ്യമുണ്ട്. ദേശമംഗലത്ത് നമ്മെ അനുസരിക്കാൻ തയ്യാറായ ഒരു വലിയ പടയുണ്ട്. സേവകന്മാരായി മറ്റു പലരുമുണ്ട്. പക്ഷെ അവർക്ക് പിഴയ്ക്കും. അങ്ങ് കാര്യം എന്താണെന്ന് പറയൂ. ഭദ്രനെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഒന്നും നടക്കാതിരുന്നിട്ടില്ലല്ലോ. ഒരു ശല്യം. ദേശമംഗലത്ത് നമ്മളുടെ പ്രവൃത്തികൾക്ക് കഠിനമായൊരു ശല്യം. അതൊന്ന് അവസാനിപ്പിക്കണം. ആരാണ് തമ്പുരാൻ? യോദ്ധാക്കൾ ആരെങ്കിലും ആണോ? അതോ അതിസമ്പന്നരായ പ്രഭുക്കളോ? ആ കൂട്ടരൊന്നുമല്ല. ഭിക്ഷാന്തേഹിയായി നടക്കുന്ന ഒരു യോഗിനി. ഭിക്ഷ തേണ്ടി നടക്കുന്ന ഒരുത്തിയെ ചിത്രഭാനു തമ്പുരാൻ ഭയക്കുന്നു. അവൾ വെറുമൊരു യോഗിനിയല്ല, മായാജാലക്കാരിയാണ് അവൾ. കാര്യങ്ങൾ അറിയാൻ സൂക്ഷ്മമായ മിടുക്ക്. പലയിടത്തും അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുന്നു. പലർക്കും കാവലായി. എന്ന് പറഞ്ഞാൽ ചിത്രഭാനു തമ്പുരാന്റെ ചെയ്തികൾ മുടക്കുന്നു. അതെ. നാം എവിടെ തിരിഞ്ഞാലും നമ്മുടെ തോൽവിക്ക് കരുതിക്കൂട്ടി വരുന്നത് പോലെ
അവൾ പിന്നിലുണ്ട്. എങ്കിൽ പിന്നെ ഒരേ ഒരു കൽപ്പന കൊണ്ട് അവളെ വധിക്കാൻ തമ്പുരാന് പറ്റില്ലേ? ഇല്ല. ദേശം വാഴുന്ന തമ്പുരാനടക്കം എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് അവൾ. അവൾക്ക് എന്തോ അത്ഭുത ശക്തി ഉണ്ടെന്ന്. അതുകൊണ്ട് നേരിട്ടൊരാക്രമണം പറ്റില്ല. ശത്രുവിനെ കുറിച്ച് അല്പം ഒരു മതിപ്പുണ്ടാകുന്നതാണ് എനിക്ക് താല്പര്യം. അങ്ങേക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിന്നെ വരുത്തിയത്. മന്ത്രങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒരുപോലെ അറിയുന്ന ഭദ്രന് അവളെ വകവരുത്തുന്നത് അത്ര ബുദ്ധിമുട്ടായിരിക്കില്ല. ആളെ കാണിച്ചു തരൂ തമ്പുരാൻ. അങ്ങയെ ശല്യപ്പെടുത്തുന്നവളെ എന്നേക്കുമായി ഞാൻ ഒഴിവാക്കി തരാം. നിസ്സാരമായി കാണരുത്. പിഴവ് പറ്റിയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അവളെ തേടി പോവുകയല്ല വേണ്ടത്, അവളെ നിന്റെ മുമ്പിലേക്ക് എത്തിക്കണം. അതിനുള്ള മാർഗം വേറെ ആരെയെങ്കിലും വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ അലർച്ച കേട്ടാൽ അവൾ നിന്റെ മുമ്പിലെത്തും. ചെയ്യേണ്ടതൊക്കെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയെല്ലാം ഒരു ചടങ്ങ് മാത്രം. ആയിക്കോട്ടെ തമ്പുരാൻ. അങ്ങീ പറയുന്ന യോഗിനിയെ എന്റെ മുമ്പിൽ ഞാൻ എത്തിച്ചോളാം. അതിനുള്ള മാർഗവും ഞാൻ ചെയ്തോളാം. ആദ്യം അവളുടെ ശല്യം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന്റെ ഭരണാധിപൻ, അത് കഴിഞ്ഞ് ദേശമംഗലത്തിന്റെ സിംഹാസനത്തിൽ ഒന്ന് അമർന്നിരിക്കണം നമുക്ക്. ദേശമംഗലത്തിന്റെ പുതിയ തമ്പുരാന് ഇപ്പോഴേ അടിയന്റെ ഭാവുകങ്ങൾ. യോഗിനി ഇനി ഉണ്ടാവില്ല. ഇത് ഭദ്രന്റെ ഉറപ്പ്. എങ്കിപ്പോ കൃത്യമായ സമയം തെരഞ്ഞെടുക്ക്. നാമും അങ്ങെത്താം. കൽപ്പന പോലെ.